ചരകൻ രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ചരകസംഹിത. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നാണ് ചരകസംഹിത. ഇത് വൈദ്യശാസ്ത്ര തത്വങ്ങൾ, രോഗനിർണയം, ചികിത്സാരീതികൾ, ഔഷധസസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. ബുദ്ധമതത്തിന്റെ വിജ്ഞാനകോശം എന്ന് അറിയപ്പെടുന്ന കൃതി ഏതാണ്? ആരായിരുന്നു അതിന്റെ സ്രഷ്ടാവ്? മഹാവിഭാഷശാസ്ത്രം. വസുമിത്രനാണ് ഇത് രചിച്ചത്. മഹാവിഭാഷശാസ്ത്രം എന്നത് ബുദ്ധമത തത്വങ്ങളെയും സിദ്ധാന്തങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്രമായ വ്യാഖ്യാനമാണ്. വസുമിത്രൻ രചിച്ച ഈ കൃതി നാലാമത്തെ ബുദ്ധമത സമ്മേളനത്തിലെ ചർച്ചകളുടെ ഫലമാണ്. ബുദ്ധചരിതം, സൗന്ദരനന്ദം തുടങ്ങിയ കൃതികളിലൂടെ പ്രശസ്തനായ കനിഷ്കന്റെ കൊട്ടാരത്തിലെ പ്രധാന കവി ആരായിരുന്നു? അശ്വഘോഷൻ. സംസ്കൃത നാടകകൃത്തും ബുദ്ധമത തത്വജ്ഞാനിയുമായിരുന്നു അശ്വഘോഷൻ. അദ്ദേഹത്തിന്റെ ബുദ്ധചരിതം ശ്രീബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഇതിഹാസ കാവ്യമാണ്. കനിഷ്ക ചക്രവർത്തിയുടെ സദസ്സിനെ അലങ്കരിച്ച ചരകൻ, അശ്വഘോഷൻ എന്നിവരെ കൂടാതെ മറ്റു പ്രമുഖ പണ്ഡിതന്മാരും തത്വചിന്തകരും ആരെല്ലാമായിരുന്നു? ആചാര്യ നാഗാർജുനൻ, പാർശ്വ, വസുമിത്രൻ. കനിഷ്കൻ മഹാനായ കുശാന ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം കല, സാഹിത്യം, തത്വചിന്ത എന്നിവയുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി. ഈ പണ്ഡിതന്മാർ ബുദ്ധമത തത്വചിന്തയ്ക്കും ശാസ്ത്രത്തിനും വലിയ സംഭാവനകൾ നൽകി. മാധ്യമിക, മധ്യമാർഗം തത്വചിന്തയുടെ ഉപജ്ഞാതാവും പ്രജ്ഞാപാരമിത സൂത്ര ത്തിന്റെ കർത്താവുമാര്? നാഗാർജുനൻ. ബുദ്ധമതത്തിലെ മഹായാന സമ്പ്രദായത്തിലെ ഒരു പ്രധാന ചിന്തകനായിരുന്നു നാഗാർജുനൻ. അദ്ദേഹത്തിന്റെ മാധ്യമിക തത്വചിന്ത ശൂന്യതാവാദത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പ്രജ്ഞാപാരമിത സൂത്ര അങ്ങൾ ബുദ്ധമത തത്വചിന്തയിലെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. കനിഷ്കന്റെ ഭരണകാലത്ത് ഗണ്യമായി വികസിച്ച പ്രധാനപ്പെട്ട രണ്ട് ശില്പകലാ ശൈലികൾ ഏവ? ഗാന്ധാര ശൈലിയും മധുര ശൈലിയും. കനിഷ്കന്റെ കാലഘട്ടത്തിൽ കലാരംഗത്ത്, പ്രത്യേകിച്ച് ശില്പകലയിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടായി. ഗ്രീക്കോ റോമൻ സ്വാധീനമുള്ള ഗാന്ധാര ശൈലിയും തദ്ദേശീയമായ മധുര ശൈലിയും ബുദ്ധപ്രതിമകൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കുശാന രാജവംശത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരി ആര്? വാസുദേവ ഒന്നാമൻ. വാസുദേവ ഒന്നാമനായിരുന്നു കുശാന സാമ്രാജ്യത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം കുശാന സാമ്രാജ്യം ക്രമേണ ക്ഷയിക്കുകയും നിരവധി ചെറിയ രാജ്യങ്ങളായി പിരിയുകയും ചെയ്തു. പുരാതന ഇന്ത്യയിൽ ഉയർന്ന സ്വർണാംശമുള്ള ശുദ്ധമായ സ്വർണനാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? കുശാന ഭരണാധികാരികൾ. കുശാന ഭരണാധികാരികൾ അവരുടെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായി വലിയ അളവിൽ ശുദ്ധമായ സ്വർണനാണയങ്ങൾ പുറത്തിറക്കി. ഇത് വ്യാപാരബന്ധങ്ങളെയും സാമ്പത്തിക വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തി. സ്വർണ നാണയങ്ങൾക്ക് പുറമെ ചെമ്പ് നാണയങ്ങൾ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഗണ്യമായി ഉപയോഗിക്കുകയോ ചെയ്ത രാജവംശം ഏത്? കുശാന രാജവംശം. കുശാന ഭരണാധികാരികൾ സ്വർണനാണയങ്ങൾക്ക് പുറമെ ചെമ്പ് നാണയങ്ങളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇത് ദൈനംദിന വ്യാപാരത്തിനും സാധാരണ ജനങ്ങൾക്കിടയിലെ ക്രയവിക്രയങ്ങൾക്കും സഹായകമായി. കുശാന ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന ചില രാജകീയ പദവികൾ ഏതെല്ലാമായിരുന്നു? മഹാരാജ, രാജാധിരാജ, ദേവപുത്ര, കൈസർ. കുശാന ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കാനും ദിവ്യത്വം കൽപ്പിക്കാനും വിവിധ രാജകീയ പദവികൾ സ്വീകരിച്ചു. ദേവപുത്ര എന്ന പദം ചൈനീസ് സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. കൈസർ റോമൻ സാമ്രാജ്യത്തിലെ പദവിക്ക് സമാനമാണ്. ഗുപ്ത രാജവംശത്തിന്റെ സ്ഥാപകൻ ആര്? ശ്രീഗുപ്തൻ. പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശങ്ങളിൽ ഒന്നാണ് ഗുപ്ത സാമ്രാജ്യം. ശ്രീഗുപ്തൻ ഏകദേശം AD 240-നും 280-നും ഇടയിൽ ഈ രാജവംശം സ്ഥാപിച്ചു. ഈ കാലഘട്ടത്തെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം. പാടലീപുത്രം ഒരു പ്രധാന ചരിത്ര നഗരമാണ്. ഗുപ്ത സാമ്രാജ്യത്തിനു മുമ്പ് മഗധയുടെയും മൗര്യ സാമ്രാജ്യത്തിന്റെയും തലസ്ഥാനമായി ഇത് വർത്തിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഗുപ്ത രാജവംശത്തിലെ ഒരു പ്രധാന ആദ്യകാല ഭരണാധികാരിയായിരുന്ന ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ ഏകദേശ ഭരണകാലം ഏതായിരുന്നു?
AD 319 മുതൽ 335 വരെ. ചന്ദ്രഗുപ്തൻ ഒന്നാമനെയാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഗുപ്ത സാമ്രാജ്യത്തിന്റെ വികാസത്തിൽ നിർണായകമായിരുന്നു. ഗുപ്തയുഗം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സിംഹാസനാരോഹണത്തോടെയാണ്. ഏത് ഗുപ്ത ഭരണാധികാരിയാണ് ആദ്യമായി മഹാരാജാധിരാജ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ലിച്ഛ്വി രാജകുമാരിയായ കുമാരദേവിയെ വിവാഹം കഴിച്ചതിലൂടെ തന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തത്? ഒന്നാം ചന്ദ്രഗുപ്തൻ. ഒന്നാം ചന്ദ്രഗുപ്തൻ സി 319 മുതൽ 335 വരെ CE ഗുപ്ത സാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു. ലിച്ഛ്വി രാജകുമാരിയായ കുമാരദേവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം രാഷ്ട്രീയമായി നിർണായകമായിരുന്നു. ഈ വിവാഹബന്ധത്തിലൂടെ അദ്ദേഹം തന്റെ അധികാരം ഉറപ്പിക്കുകയും മഹാരാജാധിരാജ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുന്ന ആദ്യത്തെ ഗുപ്ത രാജാവായി മാറുകയും ചെയ്തു. ഗുപ്ത സംവത് യുഗത്തിന് തുടക്കം കുറിച്ചത് ആര്, ഏതു വർഷത്തിൽ? ഒന്നാം ചന്ദ്രഗുപ്തൻ AD 319 ഒന്നാം ചന്ദ്രഗുപ്തനാണ് AD 319 ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക കലണ്ടറായ ഗുപ്ത സംവത് ഗുപ്ത ഇറ ആരംഭിച്ചത്. ഈ വർഷം ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു. ഏത് ഗുപ്ത ചക്രവർത്തിയാണ് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്നത്? സമുദ്രഗുപ്തൻ. ഗുപ്ത രാജവംശത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരികളിൽ ഒരാളായ സമുദ്രഗുപ്തൻ സി 335 മുതൽ 375 വരെ CE തന്റെ സൈനിക വിജയങ്ങളിലൂടെയും സാമ്രാജ്യ വികസനത്തിലൂടെയും പ്രശസ്തനാണ്. ചരിത്രകാരനായ VA സ്മിത്താണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരേന്ത്യയിലെ 9 രാജാക്കന്മാരെയും ദക്ഷിണേന്ത്യയിലെ 12 രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഗുപ്ത ഭരണാധികാരി ആര്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തന്റെ സൈനിക വിജയങ്ങൾ അലഹബാദ് പ്രശസ്തിയിൽ അലഹബാദ് പ്രശസ്തി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖ അനുസരിച്ച് അദ്ദേഹം ഉത്തരേന്ത്യയിലെ 9 ആര്യവർത്ത രാജാക്കന്മാരെയും ദക്ഷിണേന്ത്യയിലെ 12 രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി. ഇത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തിയും സൈനിക ശക്തിയും എടുത്തു കാണിക്കുന്നു. സമുദ്രഗുപ്തന്റെ നാണയങ്ങളിൽ ആലേഖനം ചെയ്തിരുന്ന ചില സ്ഥാനപ്പേരുകൾ ഏതൊക്കെയായിരുന്നു? കൂടാതെ അദ്ദേഹം സ്വീകരിച്ച സാഹിത്യപരമായ സ്ഥാനപ്പേര് എന്തായിരുന്നു? അപ്രതിരത, വ്യാഘ്രപരാക്രമാങ്ക, പരാക്രമാങ്ക എന്നിവയും കവിരാജ് കവികളുടെ രാജാവ് എന്ന സാഹിത്യപരമായ സ്ഥാനപ്പേരും. സമുദ്രഗുപ്തൻ കേവലം ഒരു യുദ്ധവീരൻ മാത്രമല്ല, കലയുടെയും സാഹിത്യത്തിന്റെയും ഒരു വലിയ പ്രോത്സാഹകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ അപ്രതിരത, തുല്യനില്ലാത്ത യോദ്ധാവ്, വ്യാഘ്രപരാക്രമാങ്ക, കടുവയെ കീഴടക്കുന്നവൻ, പരാക്രമാങ്ക, വീരൻ തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കവിരാജ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന്റെ കവിത്വപാടവത്തെയും സാഹിത്യത്തിലുള്ള താൽപര്യത്തെയും സൂചിപ്പിക്കുന്നു. കുമാരപാല ചരിതം രചിച്ചത് ആരാണ്? ജയചന്ദ്ര സൂരി. കുമാരപാല ചരിതം എന്ന കാവ്യം രചിച്ചത് പ്രശസ്ത ജൈന പണ്ഡിതനായ ജയചന്ദ്ര സൂരിയാണ്. ഈ കൃതി 12ാം നൂറ്റാണ്ടിൽ ഗുജറാത്ത് ഭരിച്ചിരുന്ന ചാലൂക്യ രാജാവായ കുമാരപാലന്റെ ജീവിതത്തെയും ഭരണത്തെയും വിവരിക്കുന്നു. ഇത് അക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഗുജറാത്തിലെ ചാലൂക്യ ഭരണാധികാരികൾ ഏത് പ്രധാന മതത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ജൈനമതം. ഗുജറാത്തിലെ ചാലൂക്യർ അഥവാ സോളങ്കിമാർ ജൈനമതത്തിന്റെ വലിയ പ്രോത്സാഹകരായിരുന്നു. അവർ ജൈനമതത്തിനു വലിയ സംഭാവനകൾ നൽകുകയും നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഇത് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ജൈനമതത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. കശ്മീരിലെ ഹിന്ദുരാജ്യത്തിന്റെ ചരിത്രം പ്രധാനമായും ഏത് ചരിത്രഗ്രന്ഥത്തിൽ നിന്നാണ് അറിയപ്പെടുന്നത്? രാജതരംഗിണി. കൽഹണൻ രചിച്ച രാജതരംഗിണി എന്നത് കശ്മീരിലെ രാജാക്കന്മാരുടെ ചരിത്രം വിവരിക്കുന്ന ഒരു സംസ്കൃത ഇതിഹാസമാണ്. കശ്മീരിന്റെ ചരിത്രം പഠിക്കുന്നതിനുള്ള ഏറ്റവും ആധികാരികമായ പ്രാഥമിക സ്രോതസ്സായി ഇത് കണക്കാക്കപ്പെടുന്നു. രാജതരംഗിണി എഴുതിയതാര്? കൽഹണൻ. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കശ്മീരി ചരിത്രകാരനായ കൽഹണനാണ് രാജതരംഗിണി രചിച്ചത്. 8 പുസ്തകങ്ങളിലായി 7826 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൃതി കശ്മീരിലെ പ്രാചീനകാലം മുതൽ അദ്ദേഹത്തിന്റെ കാലം വരെയുള്ള ഭരണാധികാരികളുടെ വിശദമായ ചരിത്രം നൽകുന്നു. കശ്മീർ ഭരിച്ച പ്രമുഖ രാജവംശങ്ങളിൽ ചിലത് പേരെടുത്തു പറയുക.
കാർക്കോട്ട, ഉൽപ്പല, ലോഹര രാജവംശങ്ങൾ. കശ്മീരിന്റെ ചരിത്രത്തിൽ കാർക്കോട്ട, ഉൽപ്പല, ലോഹര എന്നീ രാജവംശങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ രാജവംശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൽഹണന്റെ രാജതരംഗിണിയിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കശ്മീരിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക വികാസത്തിൽ അവരുടെ പങ്ക് വ്യക്തമാക്കുന്നു. കശ്മീരിലെ കാർക്കോട്ട രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ദുർലഭവർദ്ധനൻ. 7-ാം നൂറ്റാണ്ടിൽ ദുർലഭവർദ്ധനനാണ് കാർക്കോട്ട രാജവംശം സ്ഥാപിച്ചത്. ഈ രാജവംശം കശ്മീരിൽ ഏകദേശം 250 വർഷത്തോളം ഭരണം നടത്തുകയും ശക്തരായ ഭരണാധികാരികളിലൂടെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ദുർലഭകൻ സ്ഥാപിച്ച നഗരം ഏതാണ്? പ്രതാപ്പൂർ. കാർക്കോട്ട രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ദുർലഭകൻ, പ്രതാപാദിത്യ രണ്ടാമൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു, സ്ഥാപിച്ച ഒരു പ്രധാന നഗരമാണ് പ്രതാപ്പൂർ. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്താണ് ഈ നഗരത്തിന് പേര് നൽകിയത്. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഒരു പ്രധാന നാഗരിക വികസനത്തെ സൂചിപ്പിക്കുന്നു. കാർക്കോട്ട രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരായിരുന്നു? ലളിതാദിത്യ മുക്താബീഡൻ. കാർക്കോട്ട രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയായിരുന്നു ലളിതാദിത്യ മുക്താബീഡൻ. 724 മുതൽ 760 വരെ ആഡ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കശ്മീർ ഒരു വലിയ സാമ്രാജ്യമായി വികസിക്കുകയും സൈനികമായും സാംസ്കാരികമായും ഉന്നതിയിലെത്തുകയും ചെയ്തു. കശ്മീരിലെ പ്രശസ്തമായ മാർത്താണ്ഡ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ലളിതാദിത്യ മുക്താബീഡൻ. 8-ാം നൂറ്റാണ്ടിൽ കാർക്കോട്ട രാജവംശത്തിലെ ശക്തനായ ഭരണാധികാരി ലളിതാദിത്യ മുക്താബീഡനാണ് മാർത്താണ്ഡ സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. കശ്മീരിലെ പ്രാചീന വാസ്തുവിദ്യയുടെയും കലാസൃഷ്ടികളുടെയും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഉൽപ്പല രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? അവന്തിവർമ്മൻ. കാർക്കോട്ട രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം 9-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അവന്തിവർമ്മനാണ് ഉൽപ്പല രാജവംശം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ഭരണകാലം സമാധാനപരവും കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിരുന്നു. അവന്തിപ്പൂർ നഗരം സ്ഥാപിച്ചത് ആര്? അവന്തിവർമ്മൻ. അവന്തിവർമ്മനാണ് അവന്തിപ്പൂർ നഗരം സ്ഥാപിച്ചത്. കാശ്മീരിലെ ഉൽപ്പല രാജവംശത്തിലെ പ്രമുഖനായ ഇദ്ദേഹം AD 9-ാം നൂറ്റാണ്ടിൽ ഭരിച്ച ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം കാശ്മീരിന്റെ സുവർണകാലമായി അറിയപ്പെടുന്നു. അവന്തിപ്പൂരിൽ ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ച ഭരണാധികാരി ആര്? അവന്തിവർമ്മൻ. അവന്തിവർമ്മൻ ജലസേചനത്തിനായി വിപുലമായ കനാലുകൾ നിർമ്മിച്ചു. ഇത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. കാശ്മീർ താഴ്വരയിലെ ജനങ്ങളുടെ ക്ഷേമത്തിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. ഉൽപ്പല രാജവംശത്തിലെ റാണി ഡിദ്ദ യഥാർത്ഥത്തിൽ ഏത് രാജവംശത്തിൽ നിന്നാണ് വന്നത്? ലോഹാര രാജവംശം. റാണി ഡിദ്ദ കാശ്മീരിലെ പ്രബലയായ ഒരു ഭരണാധികാരിയായിരുന്നു. ഉൽപ്പല രാജവംശത്തിലെ ക്ഷേമഗുപ്തന്റെ ഭാര്യയായിരുന്ന ഇവർ യഥാർത്ഥത്തിൽ ലോഹാര രാജവംശത്തിൽ നിന്നാണ് വന്നത്. AD 10-ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ഇവർ ശക്തമായ ഭരണം കാഴ്ചവെച്ചു. ലോഹാര രാജവംശത്തിന്റെ സ്ഥാപകൻ ആര്? സംഗ്രാമരാജ. സംഗ്രാമരാജയാണ് ലോഹാര രാജവംശത്തിന്റെ സ്ഥാപകൻ. കാശ്മീരിലെ ഉൽപ്പല രാജവംശത്തിനുശേഷം AD 11-ാം നൂറ്റാണ്ടിലാണ് ഈ രാജവംശം അധികാരത്തിൽ വന്നത്. റാണി ഡിദ്ദയുടെ സഹോദരന്റെ പുത്രനായിരുന്നു സംഗ്രാമരാജ. കൽഹണൻ ഏതു ഭരണാധികാരിയുടെ സദസ്സിലെ കവിയായിരുന്നു? ലോഹാര രാജവംശത്തിലെ ഹർഷൻ. കശ്മീരിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന രാജതരംഗിണി എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് കൽഹണനാണ്. ലോഹാര രാജവംശത്തിലെ ഹർഷന്റെ സദസ്സിലെ കവിയായിരുന്നു ഇദ്ദേഹം. AD 12-ാം നൂറ്റാണ്ടിലാണ് കൽഹണൻ ജീവിച്ചിരുന്നത്. ബംഗാളിലെ പാലാ രാജവംശത്തിന്റെ സ്ഥാപകൻ ആര്? ഗോപാലൻ. AD 8-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ പാലാ രാജവംശം സ്ഥാപിച്ചത് ഗോപാലനാണ്. രാഷ്ട്രീയ അസ്ഥിരത നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ രാജാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. നളന്ദയിൽ വിഹാരങ്ങൾ നിർമ്മിച്ച പാലാ ഭരണാധികാരി ആര്? ഗോപാലൻ. നളന്ദ മഹാവിഹാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ഭരണാധികാരിയാണ് ഗോപാലൻ. അദ്ദേഹം നളന്ദയിൽ പുതിയ വിഹാരങ്ങൾ നിർമ്മിക്കുകയും വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബുദ്ധമതത്തിന്റെ വലിയൊരു പ്രചാരകൻ കൂടിയായിരുന്നു അദ്ദേഹം.
വിക്രംശിലയും സോമാപുരി വിഹാരങ്ങളും സ്ഥാപിച്ചത് ആര്? ധർമ്മപാലൻ. പാലാ രാജവംശത്തിലെ പ്രബലനായ ഭരണാധികാരിയായിരുന്നു ധർമ്മപാലൻ. ബംഗാളിലെ ബുദ്ധമത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്ന വിക്രംശില, സോമാപുരി മഹാവിഹാരങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ഇത് ബുദ്ധമതത്തിന്റെ പ്രചാരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. ധർമ്മപാലന്റെ സദസ്സിൽ വസിച്ചിരുന്ന പ്രശസ്ത ബുദ്ധമത എഴുത്തുകാരനാര്? ഹരിഭദ്രൻ. പ്രശസ്ത ബുദ്ധമത എഴുത്തുകാരനും തത്വചിന്തകനുമായ ഹരിഭദ്രൻ ധർമ്മപാലന്റെ സദസ്സിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ബുദ്ധമത തത്വചിന്തകളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. ധർമ്മപാലൻ ബുദ്ധമത പണ്ഡിതന്മാരെ പ്രോത്സാഹിപ്പിച്ചു. ഉത്തരാപദസ്വാമിൻ, വടക്കിന്റെ അധിപൻ എന്നറിയപ്പെട്ടിരുന്ന പാലാ ഭരണാധികാരി ആര്? ധർമ്മപാലൻ. ധർമ്മപാലൻ പാലാ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. വടക്കേ ഇന്ത്യയുടെ വലിയൊരു ഭാഗത്ത് അദ്ദേഹം സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഉത്തരാപദസ്വാമിൻ എന്ന് വിശേഷിപ്പിച്ചത്. ജാവയിലെ ബാലപുത്രദേവന്റെ അഭ്യർത്ഥനപ്രകാരം നളന്ദയിൽ ഒരു ബുദ്ധവിഹാരം നിർമ്മിക്കാൻ 5 ഗ്രാമങ്ങൾ സംഭാവന ചെയ്ത പാലാ ഭരണാധികാരി ആര്? ദേവപാലൻ. ദേവപാലൻ പാലാ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ജാവയിലെ ശൈലേന്ദ്ര രാജാവായ ബാലപുത്രദേവന്റെ അഭ്യർത്ഥന മാനിച്ച് നളന്ദയിൽ ഒരു ബുദ്ധവിഹാരം നിർമ്മിക്കുന്നതിനായി 5 ഗ്രാമങ്ങൾ സംഭാവന ചെയ്തത് അദ്ദേഹമാണ്. ഇത് അദ്ദേഹത്തിന്റെ മതപരമായ സഹിഷ്ണുതയും അന്താരാഷ്ട്ര ബന്ധങ്ങളും വ്യക്തമാക്കുന്നു. പാലാ രാജവംശത്തിലെ ഭരണാധികാരികൾ പ്രധാനമായും ഏതു മതമാണ് പിന്തുടർന്നിരുന്നത്? ബുദ്ധമതം. പാലാ രാജവംശത്തിലെ ഭരണാധികാരികൾ ബുദ്ധമതത്തിന്റെ, പ്രത്യേകിച്ച് വജ്രയാന ബുദ്ധമതത്തിന്റെ വലിയ പ്രോത്സാഹകരായിരുന്നു. ധർമ്മപാലനെപ്പോലുള്ള ഭരണാധികാരികൾ നളന്ദ, വിക്രമശില തുടങ്ങിയ ബുദ്ധമത പഠനകേന്ദ്രങ്ങൾക്ക് വലിയ പിന്തുണ നൽകി. ബംഗാളിലെ ഏത് ക്ഷേത്രമാണ് പാലാ രാജവംശത്തിന്റെ വാസ്തുവിദ്യാരീതിയെ പ്രതിഫലിപ്പിക്കുന്നത്? സിദ്ധേശ്വർ മഹാദേവ ക്ഷേത്രം. ബംഗാളിലെ സിദ്ധേശ്വർ മഹാദേവ ക്ഷേത്രം പാലാ രാജവംശത്തിന്റെ വാസ്തുവിദ്യാരീതിക്ക് ഉത്തമോദാഹരണമാണ്. ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ ശൈലിയാണെങ്കിലും ഈ കാലഘട്ടത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇതിന്റെ സ്വാധീനം കാണാം. വിക്രമശില വിഹാരം തകർത്തത് ആരാണ്? ബക്തിയാർ ഖിൽജി. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തുർക്കിഷ് ജനറലായ ഇഖ്തിയാറുദ്ദീൻ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി വിക്രമശില വിഹാരം തകർത്തു. ഇത് ഇന്ത്യയിലെ ബുദ്ധമത സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. രാമചരിതം എന്ന ചരിത്രഗ്രന്ഥം രചിച്ചത് ആരാണ്? സന്ധ്യാഗർ നന്ദി. സന്ധ്യാഗർ നന്ദി രചിച്ച രാമചരിതം ഒരു പ്രധാന ചരിത്രഗ്രന്ഥമാണ്. പാലാ ഭരണാധികാരിയായ രാമപാലന്റെ ജീവിതത്തെയും ഭരണത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കനൌജിന്റെ നിയന്ത്രണത്തിനായി നടന്ന ത്രിക്ഷി പോരാട്ടത്തിൽ ഉൾപ്പെട്ടിരുന്ന 3 രാജവംശങ്ങൾ ഏവ? ഗുർജര പ്രതിഹാരന്മാർ, പാലന്മാർ, രാഷ്ട്രകൂടന്മാർ. കനൌജിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി വടക്കേ ഇന്ത്യയിൽ നടന്ന ത്രിക്ഷി പോരാട്ടത്തിൽ ഗുർജര പ്രതിഹാരന്മാർ, പാലന്മാർ, രാഷ്ട്രകൂടന്മാർ എന്നീ 3 ശക്തികൾ പങ്കെടുത്തു. ഇത് 8ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനുമിടയിൽ നടന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ പ്രതിഭാസമായിരുന്നു. 9 - 11 നൂറ്റാണ്ടുകൾക്കിടയിൽ ബംഗാളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ശില്പശൈലിയുടെ പേരെന്താണ്? പാലാ ശൈലി. 9 - 11 നൂറ്റാണ്ടുകൾക്കിടയിൽ ബംഗാളിൽ പാലാ രാജവംശത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ വികസിച്ച ശില്പശൈലിയാണ് പാലാ ശൈലി. ഈ ശൈലി ബുദ്ധമത കലാസൃഷ്ടികളിലും മറ്റു മതപരമായ രൂപങ്ങളിലും പ്രകടമാണ്. സേന രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? വിജയസേനൻ. വിജയസേനനായിരുന്നു സേന രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന ഭരണാധികാരി. അദ്ദേഹം തന്റെ ഭരണകാലത്ത് ബംഗാളിൽ സേന സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകുകയും അതിന്റെ ശക്തി വികസിപ്പിക്കുകയും ചെയ്തു. ദാൻസാഗർ, അദ്ഭുതസാഗർ എന്നിവയുടെ രചയിതാവ് ആരാണ്? ബല്ലാള സേനൻ. സേന രാജവംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന ബല്ലാള സേനനാണ് ദാൻസാഗർ, ദാനങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥം, അദ്ഭുതസാഗർ, അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥം എന്നീ പ്രധാന സംസ്കൃത കൃതികൾ രചിച്ചത്. അദ്ദേഹം ഒരു മികച്ച പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു. ഗീത ഗോവിന്ദം എന്ന കൃതിയുടെ രചയിതാവായ ജയദേവൻ ഏതു ഭരണാധികാരിയുടെ സദസ്സിലെ കവിയായിരുന്നു?
ലക്ഷ്മണസേനൻ പ്രശസ്ത സംസ്കൃത കവിയും ഗീതഗോവിന്ദം എന്ന കൃതിയുടെ രചയിതാവുമായ ജയദേവൻ സേന രാജവംശത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരിയായ ലക്ഷ്മണസേനന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതി ഭക്തിസാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പവൻദൂത രചിച്ചത് ആര്? ദോയിൻ. പവൻദൂത ഒരു സംസ്കൃത കാവ്യമാണ്. ഇത് സേനരാജാവായ ലക്ഷ്മണസേനന്റെ സദസ്സിലെ കവിയായിരുന്ന ദോയിനാണ് രചിച്ചത്. ഈ കൃതിയിൽ ദോയിൻ ലക്ഷ്മണസേനനെ പ്രകീർത്തിക്കുന്നുണ്ട്. ബ്രാഹ്മണസർവസ്വം രചിച്ചത് ആര്? ഹലായുധൻ. ബ്രാഹ്മണസർവസ്വം എന്ന കൃതി രചിച്ചത് സേനരാജാവായ ലക്ഷ്മണസേനന്റെ സദസ്സിലെ പ്രധാന പണ്ഡിതരിൽ ഒരാളായിരുന്ന ഹലായുധനാണ്. ബ്രാഹ്മണർക്കായി എഴുതിയ ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണിത്. സേനരാജവംശത്തിന്റെ തലസ്ഥാനം എന്തായിരുന്നു? നദിയ. സേനരാജവംശം പ്രധാനമായും ബംഗാൾ ഭരിച്ചിരുന്ന ഒരു ഹിന്ദു രാജവംശമായിരുന്നു. അവരുടെ തലസ്ഥാനം നദിയ അല്ലെങ്കിൽ നവദ്വീപ് ആയിരുന്നു. പിന്നീട് ലക്ഷ്മണസേനന്റെ ഭരണകാലത്ത് ലക്നൌദിയും തലസ്ഥാനമായി മാറി. കാമരൂപത്തിലെ വർമ്മൻ രാജവംശം സ്ഥാപിച്ചത് ആര്? പുഷ്യവർമ്മൻ. പ്രാചീന അസമിൽ കാമരൂപം ഭരണം നടത്തിയിരുന്ന ഒരു പ്രധാന രാജവംശമായിരുന്നു വർമ്മൻ രാജവംശം. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പുഷ്യവർമ്മനാണ് ഈ രാജവംശം സ്ഥാപിച്ചത്. വർമ്മൻ രാജവംശത്തിന്റെ തലസ്ഥാനം എന്തായിരുന്നു? പ്രാഗ്ജ്യോതിഷ്പുര. കാമരൂപത്തിലെ വർമ്മൻ രാജവംശത്തിന്റെ തലസ്ഥാനം പ്രാഗ്ജ്യോതിഷ്പുരയായിരുന്നു. ഇത് ആധുനിക അസമിലെ ഗുവാഹത്തി പ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. വർമ്മൻ രാജവംശത്തിലെ ഏത് ഭരണാധികാരിയാണ് ഹർഷ ചക്രവർത്തിയുടെ സമകാലികനായിരുന്നത്? ഭാസ്കരവർമ്മൻ. കാമരൂപത്തിലെ വർമ്മൻ രാജവംശത്തിലെ പ്രബലനായ ഭരണാധികാരിയായിരുന്നു ഭാസ്കരവർമ്മൻ. അദ്ദേഹം പ്രശസ്തനായ ഹർഷവർദ്ധനൻ ചക്രവർത്തിയുടെ സമകാലികനും സഖ്യകക്ഷിയുമായിരുന്നു. ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ അറബ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആര്? മുഹമ്മദ് ബിൻ കാസിം. 8-ാം നൂറ്റാണ്ടിൽ സിന്ധ് പ്രദേശം ആക്രമിച്ച മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ അറബ് അധിനിവേശത്തിന് നേതൃത്വം നൽകിയത്. ഉമയ്യദ് ഖിലാഫത്തിനു വേണ്ടിയായിരുന്നു ഈ അധിനിവേശം. മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചത് ഏതു വർഷത്തിലാണ്? AD 712. ഉമയ്യദ് ഖിലാഫത്തിന്റെ സൈനിക ജനറലായ മുഹമ്മദ് ബിൻ കാസിം AD 712-ൽ സിന്ധ് ആക്രമിക്കുകയും അത് കീഴടക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ഹിന്ദു രാജാവ് ആരായിരുന്നു? ദാഹിർ. AD 712-ൽ മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചപ്പോൾ ചച്ച് രാജവംശത്തിലെ ദാഹിർ രാജാവായിരുന്നു സിന്ധ് ഭരിച്ചിരുന്നത്. റോർ യുദ്ധത്തിൽ ദാഹിർ കൊല്ലപ്പെടുകയും സിന്ധ് അറബികളുടെ അധീനതയിലാവുകയും ചെയ്തു. സിന്ധ് കീഴടക്കിയ ശേഷം ഇന്ത്യയിൽ ജിസിയ എന്ന മതനികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയാര്? മുഹമ്മദ് ബിൻ കാസിം. സിന്ധ് കീഴടക്കിയ ശേഷം മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയിൽ ജിസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയത്. മുസ്ലിം ഭരണത്തിൻ കീഴിലുള്ള അമുസ്ലിങ്ങളിൽ നിന്ന് ഈ നികുതി ഈടാക്കിയിരുന്നു. സിന്ധിലെ അറബ് ആക്രമണത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഫുതുഹുൽ അൽ ബൽദാൻ, ഫ്യൂച്ചു അൽ ബലാഡാൻ, ചച്നമ, ചാച്നാമ. ഫുതുഹുൽ അൽ ബൽദാൻ, ചച്നമ എന്നീ ചരിത്രഗ്രന്ഥങ്ങളാണ് സിന്ധിലെ അറബ് അധിനിവേശത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ നൽകുന്നത്. ഈ ഗ്രന്ഥങ്ങൾ അന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഇന്ത്യയിലെ അറബ് അധിനിവേശത്തിന്റെ ഒരു പ്രധാന സ്വാധീനം എന്തായിരുന്നു? ഇത് സാംസ്കാരിക കൈമാറ്റത്തിന് കാരണമായി. വൈദ്യശാസ്ത്രം, തത്വചിന്ത, ശാസ്ത്രം, ഗണിതം, ഭരണനിർവഹണം എന്നിവയെക്കുറിച്ചുള്ള ഇന്ത്യൻ അറിവുകൾ അറബികളെ പ്രചോദിപ്പിച്ചു. അറബ് അധിനിവേശം ഇന്ത്യയും അറബ് ലോകവും തമ്മിൽ സാംസ്കാരിക വിനിമയത്തിന് കളമൊരുക്കി. ഇന്ത്യൻ വൈദ്യം, ഗണിതം, പ്രത്യേകിച്ച് പൂജ്യവും ദശാംശ സമ്പ്രദായവും, ജ്യോതിശാസ്ത്രം എന്നിവ അറബികൾ പഠിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തു. AD 962-ൽ ഗസ്നിയിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചത് ആരാണ്? അൽത്തഗിൻ അലത്തഗം. AD
962-ൽ അൽപ്തഗിൻ ഗസ്നിയിൽ ഒരു സ്വതന്ത്ര തുർക്കി രാജ്യം സ്ഥാപിച്ചു. ഈ രാജവംശം പിന്നീട് മധ്യേഷ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും വലിയ സ്വാധീനം ചെലുത്തി. ഗസ്നി സിംഹാസനത്തിൽ അൽപ്തഗിന്റെ പിൻഗാമിയായത് ആരായിരുന്നു? സുബുക്തഗിൻ സബക്തഗൻ. അൽപ്തഗിന്റെ സൈനിക തലവനും പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകനുമായിരുന്ന സുബുക്തഗിൻ ഗസ്നിയിലെ ഭരണാധികാരിയായി. ഇദ്ദേഹം ഗസ്നി സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏതു വർഷമാണ് മഹ്മൂദ് ഗസ്നവി ഗസ്നിയുടെ ഭരണാധികാരിയായത്? AD 998. പിതാവായ സുബുക്തഗിന്റെ മരണശേഷം AD 998-ൽ മഹ്മൂദ് ഗസ്നവി ഗസ്നിയുടെ ഭരണാധികാരിയായി. പിന്നീട് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് നിരവധി അധിനിവേശങ്ങൾ നടത്തുകയുണ്ടായി. സുബുക്തഗിന് നൽകിയിരുന്ന പദവി എന്തായിരുന്നു? അൽ ഹാജിബ് അൽ അജിൽ, അത്യുന്നതനായ സേനാപതി. ഗസ്നി സാമ്രാജ്യത്തിന്റെ വികാസത്തിൽ സുബുക്തഗിൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയും ഭരണപരമായ കഴിവുകളും അംഗീകരിച്ച് അൽ ഹാജിബ് അൽ അജിൽ എന്ന പദവി നൽകപ്പെട്ടു. ബാഗ്ദാദിലെ ഖലീഫ മഹ്മൂദ് ഗസ്നവിക്ക് നൽകിയ സ്ഥാനപ്പേരുകൾ ഏതെല്ലാം? യാമിൻ ഉദ് ദൗല, സാമ്രാജ്യത്തിന്റെ വലതുകൈ. അമിൻ ഉൽ മില്ലത്ത്, വിശ്വാസത്തിന്റെ കാവൽക്കാരൻ. മഹ്മൂദ് ഗസ്നവി തന്റെ സൈനിക വിജയങ്ങളിലൂടെയും ഇസ്ലാമിക ലോകത്ത് നേടിയെടുത്ത സ്വാധീനത്തിലൂടെയും ബാഗ്ദാദിലെ ഖലീഫയിൽ നിന്ന് ഈ ഉയർന്ന പദവികൾ നേടി. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് മതപരമായ അംഗീകാരം നൽകി. മഹ്മൂദ് ഗസ്നവി പരമ്പരാഗതമായി എത്ര തവണ ഇന്ത്യ ആക്രമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു? 17 തവണ. AD 1000 മുതൽ 1027 വരെ മഹ്മൂദ് ഗസ്നവി ഇന്ത്യയിലേക്ക് 17 തവണ ആക്രമണങ്ങൾ നടത്തി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഈ ആക്രമണങ്ങൾ പ്രധാനമായും ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനും മതപരമായ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനും വേണ്ടിയായിരുന്നു. മഹ്മൂദ് ഗസ്നവി ഏതു വർഷമാണ് ഇന്ത്യയിലേക്കുള്ള തന്റെ ആക്രമണങ്ങൾ ആരംഭിച്ചത്? AD 999. ഗസ്നി സിംഹാസനത്തിലെത്തിയതിന് തൊട്ടുപിന്നാലെ AD 999-ൽ മഹ്മൂദ് ഗസ്നവി ഇന്ത്യയിലേക്ക് തന്റെ ആദ്യ ആക്രമണം നടത്തി. ഇത് വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലെ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. AD 1001-ൽ മഹ്മൂദ് ഗസ്നവി പരാജയപ്പെടുത്തിയ ഹിന്ദുഷാഹി ഭരണാധികാരി ആരായിരുന്നു? ജയപാല. മഹ്മൂദ് ഗസ്നവിയുടെ ആദ്യകാല പ്രധാന വിജയങ്ങളിലൊന്നായിരുന്നു AD 1001-ൽ പെഷവാറിനടുത്ത് വെച്ച് ഹിന്ദുഷാഹി ഭരണാധികാരിയായ ജയപാലനെ പരാജയപ്പെടുത്തിയത്. ഈ തോൽവി ജയപാലനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇന്ത്യയിലേക്ക് മഹ്മൂദ് ഗസ്നിയുടെ അധിനിവേശങ്ങളുടെ പ്രധാന പ്രചോദനം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ധനത്തോടുള്ള അത്യാഗ്രഹം. മഹ്മൂദ് ഗസ്നിയുടെ ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു. ഈ ധനാർത്തിയാണ് അദ്ദേഹത്തെ നിരവധി തവണ ഇന്ത്യയിലേക്ക് സൈനിക നീക്കം നടത്താൻ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ മഹ്മൂദ് ഗസ്നവി ഏതു പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊള്ളക്കാരൻ, വിഗ്രഹഭഞ്ജകൻ. മഹ്മൂദ് ഗസ്നവിയെ ഇന്ത്യയിൽ പ്രധാനമായും കൊള്ളക്കാരൻ, വിഗ്രഹഭഞ്ജകൻ എന്നീ പേരുകളിലാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അധിനിവേശങ്ങൾ പ്രധാനമായും ക്ഷേത്രങ്ങൾ തകർക്കുകയും സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തതിനാലാണ് ഈ വിശേഷണങ്ങൾ ലഭിച്ചത്. മഹ്മൂദ് ഗസ്നവി സോമനാഥ ക്ഷേത്രത്തിനെതിരായ തന്റെ പ്രശസ്തമായ സൈനിക നീക്കം നടത്തിയത് ഏതു വർഷമാണ്? AD 1026. മഹ്മൂദ് ഗസ്നവിയുടെ ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ആക്രമണങ്ങളിൽ ഒന്നാണ് AD 1026-ൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിനെതിരെ നടത്തിയത്. ഈ ആക്രമണത്തിൽ ക്ഷേത്രം കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ധനാർത്തിയുടെയും മതപരമായ വിദ്വേഷത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മഹ്മൂദ് ഗസ്നവിയുടെ സൈനിക നീക്കങ്ങൾക്ക് വിധേയമായ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമായിരുന്നു? താനേശ്വർ, മധുര, സോമനാഥ്. മഹ്മൂദ് ഗസ്നവി ഇന്ത്യയിൽ നടത്തിയ 17ഓളം ആക്രമണങ്ങളിൽ താനേശ്വർ, മധുര, സോമനാഥ് തുടങ്ങിയ നിരവധി സമ്പന്നമായ നഗരങ്ങളും ക്ഷേത്രങ്ങളും ലക്ഷ്യം വെച്ചു. ഈ പ്രദേശങ്ങളിലെ അമൂല്യ സമ്പത്തുകൾ കൊള്ളയടിക്കാനാണ് അദ്ദേഹം ഈ നഗരങ്ങളെ തിരഞ്ഞെടുത്തത്. ആരുടെ ഭരണകാലത്താണ് മഹ്മൂദ് ഗസ്നവി സോമനാഥ ക്ഷേത്രത്തിനെതിരെ തന്റെ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയത്? ഭീമൻ ഒന്നാമൻ, ഭീമ ആയ്.
AD 1026-ൽ മഹമൂദ് ഗസ്നവി സോമനാഥ ക്ഷേത്രം ആക്രമിക്കുമ്പോൾ ഗുജറാത്തിലെ ചാലൂക്യ ഭരണാധികാരി ഭീമൻ ഒന്നാമനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന ഈ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുകയും ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. AD 1027-ൽ മഹമൂദ് ഗസ്നവിയുടെ അവസാന ആക്രമണം ആർക്കെതിരെയായിരുന്നു? ജാട്ടുകൾക്കെതിരെ. മഹമൂദ് ഗസ്നവിയുടെ ഇന്ത്യയിലേക്കുള്ള അവസാനത്തെ പ്രധാന സൈനിക നീക്കം AD 1027-ൽ ജാട്ടുകൾക്കെതിരെയായിരുന്നു. സോമനാഥ് ക്ഷേത്രം കൊള്ളയടിച്ച് മടങ്ങുമ്പോൾ ജാട്ടുകൾ അദ്ദേഹത്തെ ആക്രമിച്ചതിനുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയത്. മഹമൂദ് ഗസ്നവി ഏതു വർഷമാണ് മരിച്ചത്? AD 1030. മഹമൂദ് ഗസ്നവി AD 1030-ൽ നിര്യാതനായി. ഏകദേശം 33 വർഷത്തോളം ഗസ്നവിദ് സാമ്രാജ്യം ഭരിച്ച അദ്ദേഹം ഇന്ത്യയിലേക്ക് 17ഓളം ആക്രമണങ്ങൾ നടത്തി വടക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ വലിയ സ്വാധീനം ചെലുത്തി. മഹമൂദ് ഗസ്നവിയുടെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ചില പ്രമുഖ പണ്ഡിതന്മാരുടെ പേരുകൾ പറയാമോ? അൽബറൂണി, ഫിർദൌസി, ഉൽബി, ബൈഹാക്കി. മഹമൂദ് ഗസ്നവി ഒരു മികച്ച യോദ്ധാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കൊട്ടാരം അൽബറൂണി, ഫിർദൌസി, ഉൽബി, ബൈഹാക്കി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കവികളുടെയും കേന്ദ്രമായിരുന്നു. ഇവരെല്ലാം ഗസ്നവിദ് ഭരണകാലത്തെ സാഹിത്യ ബൗദ്ധിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അൽബറൂണി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അബു റഹിയാൻ. പ്രശസ്ത പണ്ഡിതനും ചരിത്രകാരനുമായ അൽബറൂണിയുടെ യഥാർത്ഥ പേര് അബു റഹിയാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബിറൂണി എന്നായിരുന്നു. അദ്ദേഹം ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ചരിത്രം തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭനായിരുന്നു. മഹമൂദ് ഗസ്നവിയോടൊപ്പം ഇന്ത്യയിലേക്ക് വരികയും കിതാബ് ഉൽ ഹിന്ദ് എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്ത പ്രശസ്ത പണ്ഡിതൻ ആരായിരുന്നു? അൽബറൂണി. അൽബറൂണി മഹമൂദ് ഗസ്നവിയോടൊപ്പം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ സംസ്കാരം, ശാസ്ത്രം, മതം എന്നിവയെക്കുറിച്ച് വിശദമായി പഠിച്ച് കിതാബ് ഉൽ ഹിന്ദ് അല്ലെങ്കിൽ താരിഖ് അൽ ഹിന്ദ് എന്ന വിശ്വസ്ത ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. ഈ ഗ്രന്ഥം മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സാണ്. കിതാബ് ഉൽ ഹിന്ദ് എന്ന പുസ്തകം എഴുതിയതാര്? അൽബറൂണി. കിതാബ് ഉൽ ഹിന്ദ് അഥവാ തഹ്ഗീഖ് മാലിൽ ഹിന്ദ് 10ാം നൂറ്റാണ്ടിൽ അൽബറൂണി രചിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സമഗ്ര ഗ്രന്ഥമാണ്. ഇന്ത്യയുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, മതം, തത്വചിന്ത, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ഇത് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. മുഹമ്മദ് ഗോറി ഏത് രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു? ഗോറിദ് രാജവംശം. ഗോറിദ് രാജവംശം ഘുറിദ് ഡൈനസ്റ്റി പേർഷ്യൻ വംശജരായ ഒരു സുന്നി മുസ്ലിം രാജവംശമായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ കിഴക്കൻ പേർഷ്യയുടെയും ഇന്ത്യയുടെയും വലിയ ഭാഗങ്ങൾ ഇവർ ഭരിച്ചു. മുഹമ്മദ് ഗോറി ഈ രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു. മുഹമ്മദ് ഗോറി തന്റെ ആദ്യത്തെ ആക്രമണം നടത്തിയ വർഷം ഏത്? AD 1175. മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആക്രമണം AD 1175-ൽ മുൾട്ടാന് നേരെയായിരുന്നു. ഈ ആക്രമണത്തിലൂടെ സിന്ധിലെ കർമാത്യൻ ഭരണാധികാരികളെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും മുൾട്ടാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. AD 1178-ൽ മൗണ്ട് അബുവിനടുത്ത് വെച്ച് മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയത് ആര്? ഭീം രണ്ടാമൻ, അദ്ദേഹത്തിന്റെ അമ്മ നായികി ദേവിയുടെ നേതൃത്വത്തിൽ. AD 1178-ൽ ഗുജറാത്തിലെ ചാലൂക്യ രാജാവായ ഭീം രണ്ടാമൻ തന്റെ അമ്മയായ നായികി ദേവിയുടെ നേതൃത്വത്തിൽ കസ്രഹദ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഇത് ഗോറിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വലിയ പരാജയമായിരുന്നു. AD 1191-ലെ ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ചത് ആര്? പൃഥ്വിരാജ് ചൗഹാൻ. AD 1191-ൽ നടന്ന ഒന്നാം തറൈൻ യുദ്ധത്തിൽ ഡൽഹിയുടെയും അജ്മീറിന്റെയും ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. ഏത് യുദ്ധത്തിലാണ് മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത്? രണ്ടാം തറൈൻ യുദ്ധം AD 1192. AD 1192-ൽ നടന്ന രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ നിർണായകമായി പരാജയപ്പെടുത്തി.
ഇത് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന്റെ സ്ഥാപനത്തിനു വഴിയൊരുക്കുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. AD 1194 ചന്ദവാർ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി ആരെയാണ് പരാജയപ്പെടുത്തിയത്? ജയചന്ദ്രൻ. AD 1194 നടന്ന ചന്ദവാർ യുദ്ധത്തിൽ ഗോറി കനൌജിലെ ഗഹത്വാല രാജാവായിരുന്ന ജയചന്ദ്രനെ പരാജയപ്പെടുത്തി. ഈ വിജയത്തിലൂടെ വടക്കേ ഇന്ത്യയിലെ ഗോറിയുടെ ആധിപത്യം കൂടുതൽ ശക്തിപ്പെട്ടു. മുഹമ്മദ് ഗോറിയുടെ നാണയങ്ങളിൽ കലിമയോടൊപ്പം ഏതു ദേവിയുടെ രൂപമാണ് ആലേഖനം ചെയ്തിരുന്നത്? ലക്ഷ്മി ദേവി. മുഹമ്മദ് ഗോറിയുടെ ചില നാണയങ്ങളിൽ അറബിയിലെ കലിമയോടൊപ്പം ഇന്ത്യൻ ദേവിയായ ലക്ഷ്മി ദേവിയുടെ രൂപവും ആലേഖനം ചെയ്തിരുന്നു. ഇത് അക്കാലത്തെ സാംസ്കാരികവും മതപരവുമായ സഹവർത്തിത്വത്തെയും സാമ്പത്തിക നയങ്ങളെയും സൂചിപ്പിക്കുന്നു. ഗസ്നിയിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് മുഹമ്മദ് ഗോറി ആരെയാണ് താൻ കീഴടക്കിയ ഇന്ത്യൻ പ്രദേശങ്ങളുടെ ചുമതല ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന്റെ അടിമ സേനാപതിയായിരുന്ന കുത്ബുദ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറി തന്റെ ഇന്ത്യൻ ആക്രമണങ്ങൾക്കുശേഷം AD 1206 തിരികെ ഗസ്നിയിലേക്ക് പോയപ്പോൾ കീഴടക്കിയ ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഭരണം തന്റെ വിശ്വസ്തനായ അടിമ സേനാപതി കുത്ബുദ്ദീൻ ഐബകിനെ ഏൽപ്പിച്ചു. ഇത് ദില്ലി സുൽത്താനേറ്റിന്റെ ഉദയത്തിന് കളമൊരുക്കി. ഇന്ത്യയിൽ മംലൂക്ക് ഗുലാം രാജവംശം സ്ഥാപിച്ചത് ആര്? കുത്ബുദ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അടിമ സേനാപതിയായിരുന്ന കുത്ബുദ്ദീൻ ഐബക്ക് AD 1206 സ്വയം ഇന്ത്യയുടെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ദില്ലി സുൽത്താനേറ്റിന്റെ ഭാഗമായ മംലൂക്ക് അടിമ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഐബക്ക് സ്ഥാപിച്ച കുത്ബ് മിനാർ ഈ കാലഘട്ടത്തിലെ പ്രധാന സ്മാരകങ്ങളിലൊന്നാണ്. മംലൂക്ക് അടിമ രാജവംശം ഏതു വർഷമാണ് സ്ഥാപിതമായത്? 1206 AD. മംലൂക്ക് അഥവാ അടിമ രാജവംശം 1206 കുത്ബുദ്ദീൻ ഐബക്കാണ് സ്ഥാപിച്ചത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യത്തെ രാജവംശമാണിത്. മുഹമ്മദ് ഗോറിയുടെ മരണശേഷം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഐബക്ക് അധികാരം സ്ഥാപിച്ചു. കുത്ബുദ്ദീൻ ഐബക്കിന്റെ കീഴിൽ മംലൂക്ക് രാജവംശത്തിന്റെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു? ലാഹോർ. കുത്ബുദ്ദീൻ ഐബക്ക് മംലൂക്ക് രാജവംശം സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു. പിന്നീട് ഇൽത്തുമിഷ് അധികാരം ഏറ്റെടുത്തതിനുശേഷം തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. ഇന്ത്യയിലെ തുർക്കി ഭരണത്തിന് അടിത്തറയിട്ട ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ തുർക്കി ഭരണത്തിന് അടിത്തറയിട്ട ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത്. മുഹമ്മദ് ഗോറിയുടെ മരണശേഷം അടിമയായിരുന്ന ഐബക്ക് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുകയും വടക്കേ ഇന്ത്യയിൽ തുർക്കി ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഏത് മംലൂക്ക് ഭരണാധികാരിയാണ് സുൽത്താൻ എന്ന പദവി സ്വീകരിക്കാതിരുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്ക് സുൽത്താൻ എന്ന പദവി സ്വീകരിച്ചിരുന്നില്ല. മുഹമ്മദ് ഗോറിയുടെ പ്രതിനിധിയായി സ്വയം കണക്കാക്കുകയും മാലിക്, സിപാഹ്സലാർ എന്നീ സ്ഥാനങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഒരു സുൽത്താൻ എന്ന നിലയിലായിരുന്നില്ല, മറിച്ച് ഒരു ജനറൽ എന്ന നിലയിലായിരുന്നു. കുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിന് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലക്ഷബഷ്. കുത്ബുദ്ദീൻ ഐബക്ക് തന്റെ ഔദാര്യത്തിന് ലക്ഷബഷ്, ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ധാരാളമായി സംഭാവനകൾ നൽകിയിരുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. കുത്ബുദ്ദീൻ ഐബക്കിന് നൽകിയിരുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? ഖുറാൻ ഖ്വാൻ. ഖുറാൻ വളരെ മനോഹരമായി പാരായണം ചെയ്തിരുന്നതിനാൽ കുത്ബുദ്ദീൻ ഐബകിനെ ഖുറാൻ ഖ്വാൻ എന്നും വിളിച്ചിരുന്നു. ഈ പേര് അദ്ദേഹത്തിന്റെ മതപരമായ അറിവിനെയും കഴിവുകളെയും എടുത്തു കാണിക്കുന്നു. നളന്ദ സർവകലാശാലയുടെ കെട്ടിടം തകർക്കാൻ കാരണക്കാരൻ ആരായിരുന്നു? ബക്തിയാർ ഖിൽജി. 1193 മുഹമ്മദ് ഗോറിയുടെ ജനറലായിരുന്ന ബക്തിയാർ ഖിൽജി നളന്ദ സർവകലാശാല തകർക്കുകയും ആയിരക്കണക്കിന് ബുദ്ധ സന്യാസിമാരെ കൊല്ലുകയും ചെയ്തു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു വലിയ ദുരന്തമായിരുന്നു ഇത്. കുവാത്തുൽ ഇസ്ലാം മസ്ജിദും അദായി ദിൻ കാ ജോൺബ്രയും നിർമ്മിച്ചത് ആരാണ്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്കാണ് ഡൽഹിയിലെ കുവാത്തുൽ ഇസ്ലാം മസ്ജിദും അജ്മീറിലെ അദായി ദിൻ കാ ജോൺബ്രയും നിർമ്മിച്ചത്.
ഈ നിർമ്മിതികൾ ഇന്ത്യയിലെ ആദ്യകാല ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളാണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ആരാണ്? കുത്ബുദ്ദീൻ ഐബക്ക്. പ്രശസ്ത സൂഫി സന്യാസി ഖ്വാജ കുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായി കുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് മിനാറിന് ഈ പേര് ലഭിച്ചത്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരാണ്? ഇൽത്തുമിഷ്. കുത്ബുദ്ദീൻ ഐബക്ക് ആരംഭിച്ച കുത്തബ് മിനാറിന്റെ നിർമ്മാണം അദ്ദേഹത്തിന്റെ പിൻഗാമിയും മരുമകനുമായ ഇൽത്തുമിഷ് ആണ് പൂർത്തിയാക്കിയത്. പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കും മിനാറിന്റെ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. കുത്ബുദ്ദീൻ ഐബക്ക് എങ്ങനെയാണ് മരിച്ചത്? 1210 ആഡിൽ ചൌഗാൻ പോളോ കളിക്കുമ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണാണ് അദ്ദേഹം മരിച്ചത്. കുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനത്തിന്റെ സ്ഥാപകനായിരുന്നു. 1210 ആഡിൽ ചൌഗാൻ കളിക്കുന്നതിനിടെ കുതിരപ്പുറത്തുനിന്ന് വീണാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇത് ഡൽഹി സുൽത്താനത്തിന്റെ ആദ്യകാല ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. കുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം ആരാണ് ഭരണാധികാരിയായത്? ആരാം ഷാ. കുത്ബുദ്ദീൻ ഐബക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ആരാം ഷാ ഡൽഹി സുൽത്താനത്തിന്റെ ഭരണാധികാരിയായി. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഭരണത്തിൽ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നില്ല. ഇൽത്തുമിഷ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. ഇൽത്തുമിഷ് ഡൽഹി സുൽത്താനത്തിന്റെ സിംഹാസനത്തിൽ ഏതു വർഷമാണ് അവരോഹണം ചെയ്തത്? 1211 ആഡ്. ആരാം ഷായെ പരാജയപ്പെടുത്തി 1211 ആഡിൽ ഇൽത്തുമിഷ് ഡൽഹി സുൽത്താനത്തിന്റെ ഭരണം ഏറ്റെടുത്തു. അടിമവംശത്തിലെ പ്രമുഖനായ ഇദ്ദേഹമാണ് ഡൽഹി സുൽത്താനത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത്. ഇൽത്തുമിഷും കുത്ബുദ്ദീൻ ഐബക്കും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഇൽത്തുമിഷ് കുത്ബുദ്ദീൻ ഐബക്കിന്റെ അടിമയും മരുമകനുമായിരുന്നു. കുത്ബുദ്ദീൻ ഐബക്കിന്റെ അടിമയായിരുന്ന ഇൽത്തുമിഷ് തന്റെ കഴിവുകൾ തെളിയിച്ച് സൈനിക പദവികളിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് ഐബക്ക് തന്റെ മകളെ ഇൽത്തുമിഷിന് വിവാഹം ചെയ്തുകൊടുക്കുകയും ചെയ്തു. കുത്ബുദ്ദീൻ ഐബക്കിന്റെ മരണസമയത്ത് ഇൽത്തുമിഷിന്റെ സ്ഥാനം എന്തായിരുന്നു? ബദായൂണിന്റെ ഗവർണർ. കുത്ബുദ്ദീൻ ഐബക്കിന്റെ മരണസമയത്ത് ഇൽത്തുമിഷ് ബദായൂണിന്റെ ഗവർണർ എന്ന നിലയിൽ ഒരു പ്രധാന പദവി വഹിച്ചിരുന്നു. ഈ പദവി അദ്ദേഹത്തിന് ഡൽഹി സുൽത്താനത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ സഹായിച്ചു. ഡൽഹി സുൽത്താനത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഇൽത്തുമിഷ്. കുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനത്ത് സ്ഥാപിച്ചെങ്കിലും അതിന്റെ ഏകീകരണത്തിനും വികാസത്തിനും പ്രധാന സംഭാവനകൾ നൽകിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡൽഹി സുൽത്താനത്തിന്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കുന്നത്. സുൽത്താനത്തിന്റെ തലസ്ഥാനമായി ഡൽഹിയെ സ്ഥാപിച്ചത് ആരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷിനു മുമ്പ് ലാഹോർ ആയിരുന്നു തലസ്ഥാനം. ഇൽത്തുമിഷാണ് തലസ്ഥാനം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത്. ഇത് ഡൽഹിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും സുൽത്താനത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രമായി ഡൽഹിയെ മാറ്റുകയും ചെയ്തു. ഇൽത്തുമിഷിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയാണ് ഇൽത്തുമിഷിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇത് ഇൽത്തുമിഷിന് ഉയർന്ന സൈനിക, ഭരണപരമായ സ്ഥാനങ്ങളിൽ എത്താൻ വഴിയൊരുക്കി. ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന് നൽകിയ പദവി എന്തായിരുന്നു? സുൽത്താൻ-ഇ-അസം. ബാഗ്ദാദിലെ അബ്ബാസിദ് ഖലീഫയാണ് ഇൽത്തുമിഷിന് സുൽത്താൻ-ഇ-അസം എന്ന പദവി നൽകിയത്. ഇത് ഇൽത്തുമിഷിന്റെ ഭരണത്തിന് നിയമസാധുത നൽകുകയും ഡൽഹി സുൽത്താനത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബാഗ്ദാദിലെ ഖലീഫ ഇൽത്തുമിഷിന്റെ ഭരണത്തിന് നിയമപരമായ അംഗീകാരം നൽകിയത് ഏതു വർഷമാണ്? 1229 ആഡ്. 1229 ആഡിൽ ബാഗ്ദാദിലെ ഖലീഫയിൽ നിന്ന് ലഭിച്ച അംഗീകാരം ഇൽത്തുമിഷിന്റെ ഭരണത്തെ നിയമപരമായി ഉറപ്പിച്ചു. ഇത് ഡൽഹി സുൽത്താനത്തിന്റെ ഒരു സ്വതന്ത്ര രാജ്യപദവിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി. ഇൽത്തുമിഷ് താരാൻ യുദ്ധത്തിൽ മൂന്നാം താരാൻ യുദ്ധം ആരെയാണ് പരാജയപ്പെടുത്തിയത്? യൽദൂസിനെ. യിൽഡസ്. മൂന്നാം താരാൻ യുദ്ധം 1216 ഇൽത്തുമിഷും താജുദ്ദീൻ യൽദൂസും തമ്മിലായിരുന്നു. ഈ യുദ്ധത്തിൽ യൽദൂസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇൽത്തുമിഷ് ദില്ലി സുൽത്താനേറ്റിൽ തന്റെ അധികാരം ഉറപ്പിച്ചു. ഇത് മംഗോൾ ഭീഷണിയെ ചെറുക്കുന്നതിനും സുൽത്താനേറ്റിന്റെ അതിർത്തികൾ ഭദ്രമാക്കുന്നതിനും സഹായിച്ചു.
ഇൽത്തുമിഷ് നിലനിർത്തിയിരുന്ന വിശ്വസ്തരായ അടിമകളുടെ സംഘം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തുർക്കാനി, ചഹൽഗാനി അല്ലെങ്കിൽ ചാലീസ. ഇൽത്തുമിഷ് രൂപീകരിച്ച ഈ 4 സംഘം അദ്ദേഹത്തിന്റെ ഭരണത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. സുൽത്താനോട് വിശ്വസ്തത പുലർത്തിയിരുന്ന ഈ അടിമപ്രഭുക്കന്മാർ ഭരണകാര്യങ്ങളിലും സൈനിക വിഷയങ്ങളിലും പ്രധാന സ്വാധീനം ചെലുത്തിയിരുന്നു. പിന്നീട് ഇത് ദുർബലമാവുകയും ബാൽബൻ നിർത്തലാക്കുകയും ചെയ്തു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇൽത്തുമിഷ് ഏതൊക്കെ പ്രധാന നാണയങ്ങളാണ് പുറത്തിറക്കിയത്? വെള്ളി തങ്കയും ചെമ്പ് ജിതലും. ഇൽത്തുമിഷ് ദില്ലി സുൽത്താനേറ്റിന്റെ കറൻസി സമ്പ്രദായം ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. വെള്ളി തങ്കയും ചെമ്പ് ജിതലും അദ്ദേഹത്തിന്റെ ഭരണത്തിലെ നാണയ പരിഷ്കാരങ്ങളെ അടയാളപ്പെടുത്തുന്നു. ഈ നാണയങ്ങൾ ദില്ലി സുൽത്താനേറ്റിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറി. ആരുടെ ഭരണകാലത്താണ് ചെങ്കിസ് ഖാൻ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലെത്തിയത്? ഇൽത്തുമിഷിന്റെ. 1221-ൽ ചെങ്കിസ് ഖാൻ ഖ്വാരിസ്മിലെ ഷാ ജലാലുദ്ദീൻ മംഗുബർണിയെ പിന്തുടർന്ന് ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലെത്തി. ഇൽത്തുമിഷ് മംഗോൾ ആക്രമണത്തിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കുകയും ഷാ മംഗുബർണിക്ക് അഭയം നൽകാതിരിക്കുകയും ചെയ്തു. ഇത് ദില്ലി സുൽത്താനേറ്റിനെ ഒരു വലിയ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ചു. ഇന്ത്യയിൽ ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ദില്ലി സുൽത്താനേറ്റിന്റെ ഭരണപരമായ ഘടനയിൽ ഇക്ത സമ്പ്രദായം അവതരിപ്പിച്ചു. ഇതനുസരിച്ച് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും ശമ്പളത്തിനു പകരം ഭൂമിയുടെ വരുമാനം ഇക്ത നൽകി. ഈ സമ്പ്രദായം സാമ്രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും സൈന്യത്തെ നിലനിർത്തുന്നതിനും സഹായിച്ചു. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഭരണാധികാരി ആരായിരുന്നു? റസിയ സുൽത്താന. ഇൽത്തുമിഷിന്റെ മകളായ റസിയ സുൽത്താന 1236 മുതൽ 1240 വരെ ദില്ലി സുൽത്താനേറ്റ് ഭരിച്ചു. ഒരു സ്ത്രീയായിരുന്നിട്ടും അവർ ഭരണപരമായ കാര്യങ്ങളിൽ മികവ് പുലർത്തുകയും സൈന്യത്തെ നയിക്കുകയും ചെയ്തു. എന്നാൽ പ്രഭുക്കന്മാരുടെ എതിർപ്പ് കാരണം അവർക്ക് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. തബകാത് ഇ നാസിരി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? മിൻഹാജ് ഇ സിരാജ്. മിൻഹാജ് ഇ സിരാജ് 13-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചരിത്രകാരനായിരുന്നു. ഇദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ രചിച്ച തബകാത് ഇ നാസിരി ദില്ലി സുൽത്താനേറ്റിന്റെ, പ്രത്യേകിച്ച് അടിമവംശത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന പ്രാഥമിക സ്രോതസ്സുകളിലൊന്നാണ്. ബാൽബന് ഉലുഗ് ഖാൻ, നായിബ് ഇ മുംലിഗാത്ത് എന്നീ സ്ഥാനപ്പേരുകൾ നൽകിയത് ഏത് സുൽത്താനാണ്? നാസിറുദ്ദീൻ മഹ്മൂദ്. സുൽത്താൻ നാസിറുദ്ദീൻ മഹ്മൂദിന്റെ ഭരണകാലത്ത് ബാൽബൻ ശക്തനായ ഒരു പ്രഭുവായി വളർന്നു. ഉലുഗ് ഖാൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന്റെ സൈനിക നേട്ടങ്ങളെയും സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. നായിബ് ഇ മുംലിഗാത്ത് എന്നാൽ സുൽത്താനേറ്റിന്റെ റീജന്റ് അഥവാ പ്രതിനിധി എന്നായിരുന്നു അർത്ഥം. ഇത് പിന്നീട് ബാൽബന് അധികാരം പിടിച്ചെടുക്കാൻ സഹായിച്ചു. തുർക്കാനി, ചഹൽഗാനി അഥവാ ചാലീസ നിർത്തലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? ബാൽബൻ. ഇൽത്തുമിഷ് രൂപീകരിച്ച ഈ 4 അടിമപ്രഭുക്കന്മാരുടെ സംഘം കാലക്രമേണ സുൽത്താന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ബാൽബൻ അധികാരത്തിലെത്തിയപ്പോൾ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനും സുൽത്താന്റെ പദവിക്ക് പ്രാധാന്യം നൽകുന്നതിനും വേണ്ടി ഈ സംഘത്തെ നിർത്തലാക്കി. ഇത് കേന്ദ്രീകൃത ഭരണം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നയം, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ സ്വീകരിച്ച ദില്ലി സുൽത്താൻ ആരായിരുന്നു? ബാൽബൻ. ബാൽബൻ തന്റെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനും നിയമവാഴ്ച സ്ഥാപിക്കുന്നതിനും വേണ്ടി കർശനമായ നയങ്ങൾ സ്വീകരിച്ചു. ഇത് രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നു. കലാപങ്ങളെ അടിച്ചമർത്താനും മംഗോൾ ആക്രമണങ്ങളെ ചെറുക്കാനും ഈ നയം അദ്ദേഹത്തെ സഹായിച്ചു. അതുവഴി സുൽത്താന്റെ അധികാരം കൂടുതൽ ദൃഢമാക്കി. ഏത് ഡൽഹി സുൽത്താനാണ് സൂൽപി അള്ള അല്ലെങ്കിൽ സൂൽപി ഇലാഹി, ദൈവത്തിന്റെ പ്രതിഫലനം എന്ന സിദ്ധാന്തം മുന്നോട്ടുവെച്ചത്? ബാൽബൻ. ബാൽബൻ തന്റെ രാജത്വത്തിന്റെ ദിവ്യസ്വഭാവം ഊന്നിപ്പറയുന്നതിനായി അവതരിപ്പിച്ച സിദ്ധാന്തമാണിത്. സുൽത്താൻ ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിനിധിയാണെന്നും അതിനാൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം സുൽത്താൻ ഉണ്ടെന്നും ഇത് സ്ഥാപിച്ചു. ഇത് ഭരണകൂടത്തിന്റെ അധികാരം ശക്തിപ്പെടുത്താൻ സഹായിച്ചു. മംഗോളിയരെ നേരിടുന്നതിനായി ബാൽബൻ സ്ഥാപിച്ച സൈനിക വകുപ്പ് ഏതായിരുന്നു? ദിവാനി-ഇ-അർസ്. ദിവാനി-ഇ-അർസ് ഡൽഹി സുൽത്താനത്തിലെ ഒരു പ്രധാന സൈനിക വകുപ്പായിരുന്നു.
മംഗോളിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സാമ്രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബാൽബൻ ഇത് ശക്തിപ്പെടുത്തി. ഈ വകുപ്പിന്റെ തലവൻ ആരിസ് ഇ മമാലിക് എന്നറിയപ്പെട്ടു. സിജ്ദ, സാഷ്ടാംഗം പ്രണമിക്കൽ, പൈബോസ്, രാജാവിന്റെ കാൽ ചുംബിക്കൽ എന്നീ ആചാരങ്ങൾ ഏത് ഡൽഹി സുൽത്താനാണ് നടപ്പിലാക്കിയത്? ബാൽബൻ. ബാൽബൻ തന്റെ രാജകീയ അധികാരം ഉറപ്പിക്കുന്നതിനും സുൽത്താന്റെ പദവി മഹത്വവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് ഈ പേർഷ്യൻ ആചാരങ്ങൾ നടപ്പിലാക്കിയത്. ഇത് സുൽത്താനോടുള്ള അചഞ്ചലമായ ഭക്തിയും അനുസരണയും പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളായിരുന്നു. ഉന്നതരായ പ്രഭുക്കന്മാരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇത് അനുസരിക്കാൻ നിർബന്ധിച്ചു. ഏത് ഡൽഹി സുൽത്താനാണ് പേർഷ്യൻ ഉത്സവമായ നവറോസ് തന്റെ കൊട്ടാരത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്? ബാൽബൻ. നവറോസ് എന്ന പേർഷ്യൻ പുതുവർഷ ആഘോഷം ബാൽബൻ തന്റെ കൊട്ടാരത്തിൽ അവതരിപ്പിച്ചത് തന്റെ രാജകീയ പ്രതാപവും പേർഷ്യൻ പാരമ്പര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യവും വിളിച്ചോതുന്നു. ഇത് സുൽത്താന്റെ അധികാരം കൂടുതൽ ദൃഢമാക്കാനും ആഘോഷങ്ങളിലൂടെ പ്രഭുക്കന്മാരെ ആകർഷിക്കാനും സഹായിച്ചു. ഇന്ത്യയുടെ തത്ത അഥവാ തൂതി-ഇ-ഹിന്ദ് എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? അമീർ ഖുസ്രു. അമീർ ഖുസ്രു ഒരു മഹാനായ സൂഫി കവിയും സംഗീതജ്ഞനും പണ്ഡിതനുമായിരുന്നു. ഡൽഹി സുൽത്താനത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കവാലി, ഹിന്ദി കവിത എന്നിവയുടെ വികാസത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭയും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള സ്നേഹവുമാണ് ഇന്ത്യയുടെ തത്ത എന്ന പേര് നേടിക്കൊടുത്തത്. ഖൽജി രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ജലാലുദ്ദീൻ ഫിറൂസ് ഖൽജി. 1290-ൽ ദില്ലി സുൽത്താനത്തിലെ അടിമവംശത്തെ അട്ടിമറിച്ചാണ് ജലാലുദ്ദീൻ ഫിറൂസ് ഖൽജി രാജവംശം സ്ഥാപിച്ചത്. ഇത് ഖൽജി വിപ്ലവം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയും ഡൽഹി സുൽത്താനത്തിന്റെ രാഷ്ട്രീയ ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഖൽജി രാജവംശം സ്ഥാപിക്കുന്നതിനു മുൻപ് ആരിസ് ഇ മമാലിക് എന്ന പദവി വഹിച്ചിരുന്നത് ആരാണ്? ജലാലുദ്ദീൻ ഫിറൂസ് ഖൽജി. ആരിസ് ഇ മമാലിക് എന്നത് ഡൽഹി സുൽത്താനത്തിലെ സൈനിക വകുപ്പിന്റെ ദിവാനി-ഇ-അർസ് തലവനാണ്. ഖൽജി രാജവംശം സ്ഥാപിക്കുന്നതിനു മുൻപ് ജലാലുദ്ദീൻ ഖൽജി ഈ പദവി വഹിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന് സൈനിക ശക്തിയും ഭരണപരിചയവും നേടിക്കൊടുക്കുകയും പിന്നീട് സിംഹാസനം പിടിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. ജലാലുദ്ദീൻ ഖൽജി തന്റെ തലസ്ഥാനമാക്കിയത് ഏത് സ്ഥലമാണ്? ദില്ലിക്ക് സമീപമുള്ള കിലോഗാരി. അടിമവംശത്തിലെ അവസാന ഭരണാധികാരിയായ കൈഗുബാദിന്റെ കാലത്ത് പണിത കോട്ടയും കൊട്ടാരങ്ങളുമുള്ള കിലോഗാരിയെയാണ് ജലാലുദ്ദീൻ ഖൽജി തന്റെ തലസ്ഥാനമാക്കിയത്. പുതിയ രാജവംശത്തിന്റെ അധികാരം ഉറപ്പിക്കുന്നതിനും ഡൽഹിയിലെ ജനങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കുന്നതിനും ഈ നീക്കം സഹായിച്ചു. വരുമാനവും ചെലവും കൈകാര്യം ചെയ്യുന്നതിനായി ജലാലുദ്ദീൻ ഖൽജി രൂപീകരിച്ച പുതിയ വകുപ്പ് ഏതാണ്? ദിവാനി-ഇ-വഖഫ്. ദിവാനി-ഇ-വഖഫ് എന്നത് ജലാലുദ്ദീൻ ഖൽജി ഭരണത്തിൽ വരുമാനവും ചെലവും കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഒരു പ്രധാന ഭരണവകുപ്പായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമത കൊണ്ടുവരുന്നതിനും ഭരണപരമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഈ വകുപ്പ് സഹായിച്ചു. മതത്തെ ഭരണകൂട നിയന്ത്രണത്തിലാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ ഖൽജി തന്റെ ഭരണത്തിൽ മതത്തിന്റെ സ്വാധീനം കുറക്കാനും ഉലമകളുടെ ഇടപെടലുകൾ ഇല്ലാതാക്കാനും ശ്രമിച്ചു. മതപരമായ നിയമങ്ങൾക്ക് മുകളിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ ഒരു മതേതര ഭരണകൂടം കെട്ടിപ്പടുത്തു. ഇത് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. സിക്കന്ദർ-ഇ-സാനി രണ്ടാം അലക്സാണ്ടർ എന്ന് തന്റെ നാണയങ്ങളിൽ രേഖപ്പെടുത്തിയ ഡൽഹി സുൽത്താൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനത്തിലെ ഖിൽജി രാജവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം സിക്കന്ദർ-ഇ-സാനി എന്ന പദവി സ്വീകരിക്കുകയും തന്റെ നാണയങ്ങളിൽ അത് ആലേഖനം ചെയ്യുകയും ചെയ്തു. സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷത്തെ ഇത് സൂചിപ്പിക്കുന്നു. പൂർണ്ണമായും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തസ്തികകൾ അനുവദിച്ച ഡൽഹി സുൽത്താനത്തിലെ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി തന്റെ ഭരണത്തിൽ കാര്യക്ഷമത കൊണ്ടുവരുന്നതിനായി ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. സൈന്യത്തിലും ഭരണത്തിലും യോഗ്യരായവരെ മാത്രം നിയമിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത് ഡൽഹി സുൽത്താനത്തിലെ ഭരണവ്യവസ്ഥയിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിട്ടു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണകാലത്ത് ദേവഗിരിയിലെ ഭരണാധികാരി ആരായിരുന്നു? രാമചന്ദ്ര ദേവൻ.
അലാവുദ്ദീൻ ഖിൽജിയുടെ ദക്ഷിണേന്ത്യൻ സൈനിക നീക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദേവഗിരി ആക്രമണം. യാദവ രാജാവായ രാമചന്ദ്രദേവൻ ആയിരുന്നു അന്ന് ദേവഗിരി ഭരിച്ചിരുന്നത്. ഈ ആക്രമണത്തിലൂടെ ഡൽഹി സുൽത്താനത്ത് ദക്ഷിണേന്ത്യയിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ദക്ഷിണേന്ത്യയിൽ സൈനിക നീക്കം ആരംഭിച്ച ഡൽഹി സുൽത്താനത്തിലെ ആദ്യ സുൽത്താൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിക്ക് മുൻപ് ഡൽഹി സുൽത്താനത്തിലെ ഒരു സുൽത്താനും ദക്ഷിണേന്ത്യയിലേക്ക് സൈനിക നീക്കം നടത്തിയിട്ടില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യൻ സൈനിക വിജയങ്ങൾ സുൽത്താനത്തിന്റെ അതിരുകൾ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ നീക്കങ്ങൾ പ്രധാനമായും മാലിക് കാഫൂറിന്റെ നേതൃത്വത്തിലായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി രാമചന്ദ്രദേവന് നൽകിയ പദവി എന്തായിരുന്നു? രായൻ. രാമചന്ദ്രദേവൻ അലാവുദ്ദീൻ ഖിൽജിയുടെ അധികാരം അംഗീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് രായൻ എന്ന പദവി നൽകി. ഇത് അലാവുദ്ദീന്റെ ബുദ്ധിപരമായ നയതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു, കാരണം ഇത് ദക്ഷിണേന്ത്യയിൽ സുൽത്താനത്തിന് ഒരു സഖ്യകക്ഷിയെ ഉണ്ടാക്കാൻ സഹായിച്ചു. ദേവഗിരിക്കെതിരായ സൈനിക നീക്കങ്ങളിൽ സൈന്യത്തെ നയിച്ച അലാവുദ്ദീൻ ഖിൽജിയുടെ അടിമ കമാൻഡർ ആരായിരുന്നു? മാലിക് കാഫൂർ. മാലിക് കാഫൂർ അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും വിശ്വസ്തനും കഴിവുറ്റതുമായ സൈനിക കമാൻഡർമാരിൽ ഒരാളായിരുന്നു. ദക്ഷിണേന്ത്യൻ സൈനിക നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ദേവഗിരി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും പരാജയപ്പെടുത്തി. ഹസാർ ദിനാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? മാലിക് കാഫൂർ. മാലിക് കാഫൂറിനെ 1000 ദിനാറിന് ഗുജറാത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹസാർ ദിനാരി എന്ന വിളിപ്പേര് ലഭിച്ചത്. ഡൽഹി സുൽത്താനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഡൽഹി സുൽത്താനത്ത് കാലഘട്ടത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? വാരിദ്-ഇ-മുമാലിക്. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. വാരിദ്-ഇ-മുമാലിക് ആയിരുന്നു ഈ വിഭാഗത്തിന്റെ തലവൻ. ഭരണപരമായ കാര്യങ്ങളിൽ സുൽത്താന് വിവരങ്ങൾ നൽകുന്നതിലും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അഴിമതി ഇല്ലാതാക്കുന്നതിനും റവന്യൂ കുടിശ്ശിക തീർപ്പാക്കുന്നതിനുമായി അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച പുതിയ വകുപ്പ് ഏതാണ്? ദീവാൻ-ഇ-മുസ്തഖ്റാജ്. അലാവുദ്ദീൻ ഖിൽജി സാമ്പത്തിക രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. റവന്യൂ കുടിശ്ശിക ശേഖരിക്കുന്നതിനും അഴിമതി തടയുന്നതിനുമായി ദീവാൻ-ഇ-മുസ്തഖ്റാജ് എന്ന പുതിയ വകുപ്പ് അദ്ദേഹം സ്ഥാപിച്ചു. ഇത് ഭരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഏതെല്ലാമാണ്? സിരി ഫോർട്ട്, 1000 തൂണുകളുള്ള കൊട്ടാരം, അലൈ ദർവാസ. അലാവുദ്ദീൻ ഖിൽജിക്ക് വാസ്തുവിദ്യയിലും വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. മംഗോൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സിരി ഫോർട്ട് നിർമ്മിച്ചു. ഡൽഹിയിലെ കൂവത്തുൽ ഇസ്ലാം മോസ്കിന്റെ പ്രവേശന കവാടമായ അലൈ ദർവാസ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ നിർമ്മിതിയാണ്. 1000 തൂണുകളുള്ള കൊട്ടാരവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ദാഗ്, കുതിരകളെ അടയാളപ്പെടുത്തുന്നത്, ഹുലിയ, സൈനികരുടെ വിവരണാത്മക ചുരുളുകൾ എന്നീ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയ സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി തന്റെ സൈനിക ഭരണത്തിൽ കാര്യക്ഷമത കൊണ്ടുവരുന്നതിനായി ദാഗ്, ഹുലിയ എന്നീ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി. ഇതുവഴി കുതിരകളെ മാറ്റിമറിക്കുന്നത് തടയാനും സൈനികരുടെ കൃത്യമായ വിവരങ്ങൾ നിലനിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കി. കൃഷിഭൂമി അളക്കുന്നതിന് പൈമായിഷ് ശ്രദ്ധ നൽകിയ ആദ്യത്തെ സുൽത്താൻ ആരായിരുന്നു? ഇത് സബീദ എന്നറിയപ്പെടുന്നു. അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഭൂമി അളക്കുന്ന സമ്പ്രദായമായ പൈമായിഷ് അഥവാ സബീദ നടപ്പിലാക്കി. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭൂമിശാസ്ത്രപരമായ വരുമാനം വർദ്ധിപ്പിക്കാനും ഇത് സഹായിച്ചു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഇത് ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. വിളവിന്റെ 50% കാർഷിക നികുതിയായി ഖരാജ് ഏർപ്പെടുത്തിയ സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി തന്റെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി വിളവിന്റെ 50% കാർഷിക നികുതിയായി ഖരാജ് നിശ്ചയിച്ചു. ഇത് രാജ്യത്തിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. എന്നാൽ ഇത് കർഷകർക്ക് വലിയ ഭാരമായിരുന്നു. യുദ്ധമുതലിന്റെ കുംസ് സംസ്ഥാനത്തിന്റെ ഓഹരി 4/5 ആയി വർദ്ധിപ്പിച്ച സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി.
അലാവുദ്ദീൻ ഖിൽജി യുദ്ധമുതലിന്റെ കുംസ് വലിയൊരു ഭാഗം 4/5 സംസ്ഥാന ഖജനാവിലേക്ക് നിശ്ചയിച്ചു. പരമ്പരാഗതമായി ഇത് 1/5 ആയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സൈനിക പ്രചാരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് അമീർ ഖുസ്രു പൂർത്തിയാക്കിയ കൃതിയുടെ പേരെന്തായിരുന്നു? ഖസായിൻ ഉൽ ഫുതുഹ്. അമീർ ഖുസ്രു അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരം കവിയും ചരിത്രകാരനുമായിരുന്നു. ഖസായിൻ ഉൽ ഫുതുഹ് ദ ട്രഷേഴ്സ് ഓഫ് വിക്ടറീസ് എന്ന കൃതിയിൽ ഖിൽജിയുടെ സൈനിക വിജയങ്ങളെയും ഭരണപരിഷ്കാരങ്ങളെയും കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് അക്കാലത്തെ പ്രധാന ചരിത്രരേഖകളിൽ ഒന്നാണ്. റീംല യും ഫുതുഹ് ഉസ് സലാദിനും യഥാക്രമം രചിച്ചത് ആരാണ്? ഇബ്നു ബദൂത്തയും ഇസാമിയും. റീംല യാത്രകൾ എന്ന കൃതി മൊറോക്കോൻ സഞ്ചാരിയായ ഇബ്നു ബദൂത്തയുടെ ഇന്ത്യൻ യാത്രകളെയും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു. ഫുതുഹ് ഉസ് സലാദിൻ ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇസാമി രചിച്ച പേർഷ്യൻ ഇതിഹാസ കാവ്യമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരം കവി ആരായിരുന്നു? അമീർ ഖുസ്രു. അമീർ ഖുസ്രു ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ പ്രമുഖ കവിയും സംഗീതജ്ഞനും പണ്ഡിതനുമായിരുന്നു. ഹിന്ദുസ്ഥാനിലെ തത്ത എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിലെ പ്രധാന കവികളിൽ ഒരാളായിരുന്നു. കവാലിയുടെ വികസനത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പൊതുവിതരണ സമ്പ്രദായം PDS ആദ്യമായി നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും അവയുടെ ലഭ്യത ഉറപ്പുവരുത്താനും ഒരു പൊതുവിതരണ സമ്പ്രദായം ഏർപ്പെടുത്തി. ഇത് പടയാളികൾക്കും സാധാരണക്കാർക്കും കുറഞ്ഞ വിലയിൽ അവശ്യസാധനങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചു. ഇദ്ദേഹത്തിന്റെ വിപണി നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. ഇന്ത്യയിലെ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ കവാലി എന്ന സംഗീതശാഖയെ ജനപ്രിയമാക്കിയത് ആരാണ്? അമീർ ഖുസ്രു. അമീർ ഖുസ്രു ഒരു മഹാനായ സംഗീതജ്ഞനും കവിയുമായിരുന്നു. പേർഷ്യൻ ഇന്ത്യൻ സംഗീത ശൈലികൾ സംയോജിപ്പിച്ച് കവാലി എന്ന സംഗീതശാഖയെ അദ്ദേഹം ജനപ്രിയമാക്കി. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിന്റെ വികാസത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ജൗഹർ എന്ന സംഭവം ആദ്യമായി പേർഷ്യൻ ഭാഷയിൽ പരാമർശിച്ചത് ആരാണ്? അമീർ ഖുസ്രു. അമീർ ഖുസ്രു തന്റെ ഖസായിൻ ഉൽ ഫുതുഹ് എന്ന കൃതിയിൽ ചിറ്റോറിലെ ജൗഹർ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചു. ഇത് പേർഷ്യൻ ഭാഷയിൽ ജൗഹറിനെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയ ഒന്നായി കണക്കാക്കപ്പെടുന്നു. രാജകീയ സ്ത്രീകളും കുട്ടികളും ബഹുമാനം സംരക്ഷിക്കാൻ സ്വയം അഗ്നിപ്രവേശം ചെയ്യുന്ന ഒരു ആചാരമായിരുന്നു ജൗഹർ. അലാവുദ്ദീൻ ഖിൽജി ചുമത്തിയ പുതിയ 2 നികുതികൾ ഏവ? ഗരി ഭവന നികുതിയും ചറായി കന്നുകാലി മേച്ചിൽ നികുതിയും. അലാവുദ്ദീൻ ഖിൽജി ഭവന നികുതി ഗരി യും കന്നുകാലി മേച്ചിൽ നികുതിയും ചറായി ചുമത്തി. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ നികുതി വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഈ നികുതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ താഴെ പറയുന്ന നികുതികളെ അവയുടെ വിവരണങ്ങളുമായി ചേരുംപടി ചേർക്കുക: ജസിയ, സക്കാത്ത്, കംസ്, ഖരാജ്. ജസിയ മുസ്ലിം ഇതരരിൽ നിന്നുള്ള നികുതി, സക്കാത്ത് മുസ്ലിങ്ങളിൽ നിന്നുള്ള മതപരമായ നികുതി, കംസ് യുദ്ധത്തിൽ ലഭിക്കുന്ന കൊള്ളമുതൽ, ഖരാജ് മുസ്ലിം ഇതര കർഷകരിൽ നിന്നുള്ള നികുതി. സുൽത്താനേറ്റ് ഭരണത്തിൽ വിവിധതരം നികുതികൾ നിലവിലുണ്ടായിരുന്നു. ജസിയ മുസ്ലിം ഇതരരിൽ നിന്നും സക്കാത്ത് മുസ്ലിങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന മതപരമായ നികുതികളായിരുന്നു. യുദ്ധത്തിലെ കൊള്ളമുതൽ കംസ് എന്നും മുസ്ലിം ഇതര കർഷകരിൽ നിന്നുള്ള ഭൂനികുതി ഖരാജ് എന്നും അറിയപ്പെട്ടു. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ചരക്കുകൾക്ക് അനുമതി പത്രങ്ങൾ നൽകിയിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? പർവാന നവിസ്. സുൽത്താനേറ്റ് ഭരണത്തിൽ വ്യാപാരത്തെയും ചരക്ക് നീക്കത്തെയും നിയന്ത്രിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. പർവാന നവിസ് എന്ന ഉദ്യോഗസ്ഥനാണ് ചരക്കുകൾക്ക് ആവശ്യമായ അനുമതി പത്രങ്ങൾ, ലൈസൻസുകൾ നൽകിയിരുന്നത്. ഇത് അന്നത്തെ വാണിജ്യ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കമ്പോളങ്ങൾ ഏവ? മണ്ഡി ഭക്ഷ്യവസ്തുക്കളുടെ കമ്പോളം, സറായി ഇ അദൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുടെ കമ്പോളം. അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ കമ്പോള പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. മണ്ഡി ഭക്ഷ്യധാന്യങ്ങൾക്കായുള്ള കമ്പോളമായിരുന്നെങ്കിൽ സറായി ഇ അദൽ വസ്ത്രങ്ങൾ, ഔഷധസസ്യങ്ങൾ, മറ്റ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനത്തിനായി സ്ഥാപിച്ചതായിരുന്നു.
കമ്പോള നിയന്ത്രണത്തിനായി അലാവുദ്ദീൻ ഖിൽജി ഏതെല്ലാം തസ്തികകൾ സൃഷ്ടിച്ചു? ദീവാൻ ഇ റിയാസത്ത്, കമ്പോള വ്യവസ്ഥയുടെ നിയന്ത്രകൻ. ഷെഹ്ന ഇ മണ്ഡി, കമ്പോള സൂപ്രണ്ട്. കമ്പോള വില നിയന്ത്രിക്കാനും പൂഴ്ത്തിവെപ്പ് തടയാനും അലാവുദ്ദീൻ ഖിൽജി കർശനമായ നടപടികൾ സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി ദീവാൻ ഇ റിയാസത്ത് എന്ന കമ്പോള വ്യവസ്ഥയുടെ പ്രധാന നിയന്ത്രകനെയും ഓരോ മണ്ഡിയിലും ഷെഹ്ന ഇ മണ്ഡി എന്ന സൂപ്രണ്ടിനെയും നിയമിച്ചു. ഏത് ഡൽഹി സുൽത്താനാണ് സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുകയും അൽ ഇമാം, ഖിലാഫത്ത് ഉല്ല തുടങ്ങിയ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുകയും ചെയ്തത്? ഖുത്ബുദ്ദീൻ മുബാറക് ഷാ ഖിൽജി. ഡൽഹി സുൽത്താനേറ്റിൽ ഖുത്ബുദ്ദീൻ മുബാറക് ഷാ ഖിൽജി സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുകയും ഇസ്ലാമിക ലോകത്ത് സുൽത്താന്റെ പരമാധികാരം ഉറപ്പിക്കാനായി അൽ ഇമാം, ഖിലാഫത്ത് ഉല്ല തുടങ്ങിയ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഒരു പ്രധാന രാഷ്ട്രീയ നീക്കമായിരുന്നു. ഖിൽജി രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരായിരുന്നു? നസിറുദ്ദീൻ ഖുസ്രു ഷാ, ഖുസ്രാവ് ഖാൻ. ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു നസിറുദ്ദീൻ ഖുസ്രു ഷാ, ഖുസ്രാവ് ഖാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം ഹ്രസ്വമായിരുന്നു. തുടർന്ന് തുഗ്ലക്ക് രാജവംശം അധികാരത്തിൽ വന്നു. തുഗ്ലക്ക് രാജവംശത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ഗാസി മാലിക്. ഖിൽജി രാജവംശത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വന്ന തുഗ്ലക്ക് രാജവംശത്തിന്റെ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആയിരുന്നു. ഗാസി മാലിക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ദില്ലി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശങ്ങളിലൊന്നിന് തുടക്കമിട്ടു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് നിർമ്മിച്ച പുതിയ നഗരം ഏതാണ്? തുഗ്ലക്കാബാദ്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് സ്ഥാപിച്ച തുഗ്ലക്കാബാദ് കോട്ടയോടുകൂടിയ നഗരം ഡൽഹിക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. ഈ നഗരം തുഗ്ലക്ക് രാജവംശത്തിന്റെ ശക്തിയുടെയും വാസ്തുവിദ്യയുടെയും പ്രതീകമായിരുന്നു. സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെക്കുറിച്ച് ദില്ലി ഹനുസ് ദൂർ അസ്ത്, ദില്ലി ഇനിയും ദൂരെയാണ് എന്ന് പ്രശസ്തമായി പറഞ്ഞത് ആരാണ്? നിസാമുദ്ദീൻ ഔലിയ. സൂഫി സന്യാസി നിസാമുദ്ദീൻ ഔലിയ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ബംഗാളിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചുവരുന്നതിനിടെ പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. സുൽത്താനും ഔലിയയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയനെയും അതിന്റെ പ്രദേശത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 1, അനുച്ഛേദം 1 മുതൽ 4 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം ഭാഗം പാർട്ട് 1, അനുച്ഛേദം 1 മുതൽ 4 വരെ യൂണിയനെയും അതിന്റെ പ്രദേശത്തെയും കുറിച്ച് വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ പേര്, ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, അതിർത്തികൾ മാറ്റൽ എന്നിവയെല്ലാം ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം എന്താണ്? മൗലികാവകാശങ്ങൾ, അനുച്ഛേദം 12 മുതൽ 35 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം പാർട്ട് 3, അനുച്ഛേദം 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം തുടങ്ങിയ 6 മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് ഉറപ്പുനൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അടങ്ങിയിരിക്കുന്നത്? ഭാഗം 4, അനുച്ഛേദം 36 മുതൽ 51 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗം പാർട്ട് 4, അനുച്ഛേദം 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി (DPSP) പ്രതിപാദിക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് സർക്കാരിന് വഴികാട്ടിയായി വർത്തിക്കുന്ന ഈ തത്വങ്ങൾ കോടതിക്ക് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തും അനുച്ഛേദത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം ഇവ, അനുച്ഛേദം 51A. മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇവയിലും അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവ കൂട്ടിച്ചേർത്തത്. രാജ്യത്തോടുള്ള പൗരന്മാരുടെ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും കുറിച്ച് ഇത് ഓർമ്മിപ്പിക്കുന്നു.